എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തന്നെ കോടതി തീരുമാനിക്കുന്നു. മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന ഹർജി കോടതി തള്ളിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നവമി ദിനേശ്, നവമി, എത്ര നാളായി നീളുന്ന ഒരു നിയമ തർക്കമാണ്. ഇപ്പോൾ കോടതി അതിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമ്പോൾ പോലും ഇതേ അഭിപ്രായമായിരുന്നു രേഖപ്പെടുത്തിയത്. അതായത് ലോറൻസിന്റെ മൃതദേഹം അത് മകന്റെ നിർദ്ദേശം, മകൻ ആഗ്രഹിച്ച പ്രകാരം അല്ല എന്നുണ്ടെങ്കിൽ എം ലോറൻസ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വൈദ്യപഠനത്തിനായി നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നതെന്ന മകൻ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നായിരുന്നു എം ലോറൻസിന്റെ മരിച്ച ദിവസം, അതായത് ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് മുൻപ് മകൾ സുജാത ആ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് കോടതി വരെ എത്തുകയും ചെയ്തിരുന്നു. അന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠനത്തിനായി വിട്ടു നൽകുക എന്ന് തന്നെയായിരുന്നു. പക്ഷെ വീണ്ടും മകൾ, രണ്ട് മക്കളും, അതായത് സുജാത ഒപ്പം മറ്റൊരു മകൾ ആശ, ഇവർ രണ്ടുപേരും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടത് പിതാവിന്റെ മൃതദേഹം മതാചാര പ്രകാരം തന്നെ സംസ്കരിക്കണം, മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിട്ടു നൽകരുത് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അത് അംഗീകരിക്കുകയായിരുന്നു. അതായത് രണ്ട് മക്കളുടെയും ആവശ്യപ്രകാരം ഈ മൃതദേഹം മതാചാര പ്രകാരമുള്ള ചടങ്ങിനായി വിട്ടു നൽകണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ്. അതായത് ഇനി എം ലോറൻസിന്റെ മൃതദേഹം പൂർണ്ണമായും മെഡിക്കൽ കോളേജിൽ വൈദ്യപഠനത്തിനായി വിട്ടു നൽകുക തന്നെ ചെയ്യും. ഇതിനു മുൻപ് തന്നെ ഇതിനു മുൻപ് വിശദമായ വാദം കേട്ടിരുന്നു. ആ വാദത്തിനൊടുവിൽ ഒരു വക്കീലിനെ നിയമിച്ചിരുന്നു. ഈ മക്കളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു അനുരഞ്ജനം, അതായത് ഇവരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഒരു തീരുമാനത്തിൽ എത്തുക എന്ന ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അഭിഭാഷകനെ നിയോഗിച്ചിരുന്നു. പക്ഷെ ആ ഒരു മധ്യസ്ഥ ചർച്ച പോലും ഫലം കണ്ടില്ല. മക്കൾ അതിലേക്ക് സഹകരിച്ചില്ല എന്നും അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് എന്തായാലും മൃതദേഹം ഇനി കോടതിയിൽ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ വിട്ടു നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തി നിൽക്കുന്നത്.